ഹലോ എവരി വൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് മുഷരിഫ് ഡൗൺ ടൗണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പെരുന്നാളൊക്കെയാണ്, അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ സൂക്ക് വാക്കിഫിലോട്ട് പോകണം. സൂക്ക് വാക്കിഫി പോയിട്ട് അവിടെ നല്ല ചൂടാണ്. രക്ഷയില്ല, ഭയങ്കര ചൂട് തുടങ്ങി. ഇവിടെ ചൂട് തുടങ്ങി, അപ്പം ഭയങ്കര ചൂട്, രക്ഷയില്ല. ഇവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു, അങ്ങനെ വന്നതാണ്. അങ്ങനെ മുഷരിഫ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി ഒന്ന് പോകാമെന്ന് കരുതി. രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ, കാരണം ഇതാണ് നമ്മുടെ ട്രാം പോകുന്ന വഴി. സോ ഇതുവഴിയാണ് ട്രാം പോകുന്നത്. ഒരു ട്രാം കാണാൻ പറ്റുമോ എന്നൊരാഗ്രഹത്തിൽ നിൽക്കുകയാണ് ഗൈസ്. നിൽക്കുകയല്ല, ഇരിക്കുകയാണ്. വരുമായിരിക്കും, നോക്കാം. ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കാണിക്കുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. ഒരുപാട് എന്താ പറയുക ഷോപ്പ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നൈസ് ഇൻറ്റീരിയറൊക്കെ ഉള്ള ഷോപ്പാണ് ഇവിടെ കൂടുതലും ഞാൻ കണ്ടിരിക്കുന്നത്. കൂടുതലും കഫേസും ഒരുപാട് കഫേ ഉണ്ട്. ഒരു ട്രാം കാണാൻ വേണ്ടി നടന്ന് കുറേ ആയി. അതെ, ഇതുവരെ ഒരു ട്രാം കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് ട്രാം അവധിയാണോ? വെള്ളിയാഴ്ച ട്രാം അവധിയാണോ? നമുക്കൊന്ന് പറ്റുവാണെങ്കിൽ ട്രാമിലൊന്ന് കയറാം. യെസ്, പറ്റുവാണെങ്കിൽ ഒന്ന് കയറാം. അതിന് ആദ്യം ട്രാം കാണണ്ടേ. ഇവിടെയൊക്കെ എന്ത് രസമുള്ള കഫേസാന്ന് നോക്കിയേ. ഇപ്പം ഈ എന്താ പറയുക, നോമ്പായത് കൊണ്ടാണ് ഇപ്പോൾ ഫുഡ് സെർവ് ചെയ്യാത്തത് ഈ ടൈമിൽ അല്ലേ. ഇപ്പം നോമ്പ് കഴിഞ്ഞിട്ടൊക്കെ വരും. ഈ വെള്ളച്ചാട്ടമൊക്കെ സൂപ്പറായിട്ടുണ്ട്. ലൈറ്റ് ഉണ്ടോ അതിൻ്റെ അകത്തൊക്കെ. അപ്പോൾ നൈറ്റൊക്കെ അത്യാവശ്യം നല്ല ആംബിയൻസ് ആയിരിക്കും ഇവിടെയൊക്കെ ഇരിക്കാൻ അല്ലേ. ഗൈസ്, പണിപാളി, ട്രാമില്ല ഗൈസ്. അല്ലേലും നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അത് ഇനിയിപ്പം അതെ, ആഫ്റ്റർ റമദാന് ശേഷം മാത്രമേ ഉള്ളൂ ഇവിടെ ട്രാം. സോ നമ്മൾ തിരിച്ചു പോവാം. യെസ്, ഇനിയിപ്പം മെട്രോ കയറിയിട്ട് തിരിച്ച് നേരെ സൂക്ക് വാക്കിഫിൽ പോവാം. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ട്രാമിനെ കൂട്ടിക്കയറ്റിയിട്ടിരിക്കുന്നുണ്ടാ. സോ ഇന്ന് ട്രാമില്ല. ഇതുവഴിയാണ് ട്രാം നേരെ പോണത്. നടന്ന് വന്നപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം. ക്യാമറ ഒക്കെ പിടിച്ചിട്ടൊരു പുള്ളി നിൽപ്പുണ്ടല്ലോ. എന്താ സംഭവം? നേരത്തെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടി വി പ്രോഗ്രാമാണ്. അപ്പോൾ അവർ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഒരു റമദാൻ പ്രോഗ്രാം, അതാണ് സംഭവം. ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട് ഗൈസ്. ഇവിടുന്ന് അങ്ങനെ, കാരണം ഇതൊരു സൂക്കാണല്ലോ. ഖത്തറിൻ്റെ പണ്ടത്തെ സൂക്കാണിത്. ഇപ്പം എന്താ പറയുക, നൈറ്റൊക്കെ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉള്ള നല്ലൊരു സൂക്കാണ്. നടന്നു വന്നപ്പോൾ മേളിലൊരു ക്യാമറാമാൻ ഷൂട്ട് ചെയ്യുന്നു. ഇവിടെ ഫുള്ളി ക്രൗഡഡാണ്. കാരണം ഇന്ന് എന്തൊക്കെയോ പ്രോഗ്രാംസ് ഉണ്ട്. ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ആളും തിരക്കൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഓഫല്ലേ. സോ അവിടെ എന്താ ആൾക്കൂട്ടം. ഇപ്പോൾ ഈ കണ്ട ഈ ഒരു സാധനമുണ്ടല്ലോ, ഈ ഒരു ബോംബ് പൊട്ടിക്കുന്ന സാധനമാണ്. നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നതിന് മുന്നേ ഇതിലാണ് ബോംബ് പൊട്ടിക്കുന്നത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ നിൽക്കുന്നത്. എന്റെ പൊന്നളി, ചെവി കേൾക്കാൻ വയ്യ, ലിറ്ററലി ചെവി കേൾക്കാൻ വയ്യ.
നോമ്പ് തുറക്കാൻ പാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ചെവിക്കലടിച്ചു ഈത്തപ്പഴം കഴിയാം. ഓക്കെ, നമ്മൾ നോമ്പ് തുറക്കട്ടെ. ഇതാണ്, ഇങ്ങനെയാണ് ഇവിടെ നോമ്പ് തുറക്കുന്നത്. ഇങ്ങനെ ഒരു ഗുണ്ട് പൊട്ടിട്ടാണ് നോമ്പ് തുറക്കുന്നത്. ചെവിക്കല്ല് പൊട്ടി. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇവിടെ ഗുണ്ട് പൊട്ടിക്കുന്നത്. ഓക്കെ, നീ ഇങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ കേട്ടത്, തൊട്ടടുത്തായിരുന്നു. പക്ഷെ ഇത് മാരകം, ഒരു രക്ഷയില്ല, ചെവി പോയി. നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല ഗൈസ്. അതെ, ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി നമ്മൾ 2 ഈത്തപ്പഴം മാത്രമേ കഴിച്ചുള്ളൂ. ഒരു കുപ്പി വെള്ളത്തിന് വേണ്ടി നമ്മൾ നടക്കുകയാണ്. തൽക്കാലം നമുക്ക് ഇവിടുന്ന് ഒരു കുപ്പി വെള്ളം മേടിക്കാം. ഒരെണ്ണം മേടിച്ചാൽ മതിടാ. ഇവിടെ ആക്ച്വലി ഇഫ്താറിൻ്റെ ബോക്സൊക്കെ കൊടുത്തതാണ്. ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി. സോ നമുക്ക് ഇഫ്താറിൻ്റെ ബോക്സ് കിട്ടിയില്ല. ഞങ്ങൾക്കൊരു ഈത്തപ്പഴം മാത്രമേ കിട്ടുള്ളൂ, വെള്ളവും കിട്ടിയില്ല. വെള്ളം മേടിച്ചു. ഇനി എന്തെങ്കിലും കഴിക്കാം. ഓക്കെ, നൈറ്റ് കൊള്ളാമല്ലേ, നല്ല വ്യൂ നൈറ്റിൽ. ബേർഡ് മാർക്കറ്റ്. ഇതിനകത്തോട് കയറി കഴിഞ്ഞാൽ ഫുള്ള് പക്ഷികളായിരിക്കും. ഇതാരാ? ഏതാ ഇവൻ? കടിക്കോ? ആ വേണ്ട. നാടൻ കോഴിയോ? നാടൻ കോഴികൾ വിൽക്കപ്പെടും. ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ ഒരു രസമുണ്ടല്ലേ. എൻ്റെ മോഹനെ, ഇതെന്താ സാധനം? ഇതെന്തായിട്ടും താറാവോ? എന്ത് സാധനം? താറാവാ? ആയ്, നേരം വെളുത്തല്ലോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ കുറെ കടകൾ. ഫിഷ് നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം വ്യൂ. ഒന്ന് നോക്കിക്കേ, അടിപൊളി. ഇത് ഫുള്ള് ഹാൻഡ് ക്രാഫ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റാണ്. ഇതിനകത്ത് ഫുള്ള് നമ്മുടെ എന്താ പറയുക, ഹാൻഡ് ക്രാഫ്റ്റ് ആയിട്ടുള്ള ഷോപ്പുകളായിരിക്കും. ലൈക്ക് ഒരുപാട് മാലകൾ, മുദ്രം ഇതുള്ളല്ലോ. ഖത്തറിൻ്റെ ഒരു ലൈറ്റൊക്കെ ഉണ്ട്. വേറൊരു ആംബിയൻസ് ആട്ടോ അതിൻ്റെ കൂടെ. ബാഗ് ഭക്ഷണം കഴിച്ചിട്ടില്ല. സോ ഒരു ഹോട്ടലിൽ തപ്പി നടക്കുവാണ്. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയി കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ആനത്ത് അൽ ബഹർ ബാർബിക്യൂ ഫിഷ്. കഴിഞ്ഞ പ്രാവശ്യം ബാർബിക്യൂ ഫിഷ് തന്നെ അടിച്ചു. ഇത്തവണയും അത് തന്നെ കഴിക്കാമെന്ന് കരുതി. നല്ല തിരക്കുണ്ടല്ലോ. എൻ്റെ പൊന്നു മോനെ, ഒരു രക്ഷയില്ല. കിടിലൻ തിരക്ക്, ഭയങ്കര ആള്. സെയിം വെയിറ്റിംഗ് ആണ്, ഒരു 30 പേര്. എന്താ ചെയ്യാനറിയില്ല. നോക്കട്ടെ, വേറെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കാം. എനിക്ക് തോന്നി ഒബ്വിയസ്ലി ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. സോ എന്തായാലും ഇന്ന് നല്ല തിരക്കുണ്ടാവും എനിക്കറിയാം. പിന്നെ ഞങ്ങൾ ഒരു വഴിയില്ല. ഞങ്ങൾ നെഹദി മന്തി വിളിച്ചു ചോദിച്ചപ്പോൾ 2 മണിക്കൂർ വെയിറ്റിംഗ് ടൈം ഒക്കെ പറയാം. വലിയൊരു മണ്ടത്തരാണ് ഞങ്ങൾ ചെയ്തത്. അതെ, ഭയങ്കര വലിയ മണ്ടത്തരം. നമ്മൾ ഗുണ്ട് പൊട്ടിയത് അവിടെയാണ്. സോ നമ്മൾ ആ ഒരു ടൈമിൽ ഇവിടെ വന്ന് നമ്മളൊരു ടേബിൾ ബുക്ക് ചെയ്തിരുന്നെങ്കിൽ മേ ബി നമുക്കിപ്പോൾ കഴിക്കാമായിരുന്നു അല്ലേ. എന്തായാലും വേണ്ടില്ല, നമ്മളെന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ബുക്ക് ചെയ്തത് ഇനിയിപ്പോൾ ഒരു 7:30 7:30 1 മണിക്കൂർ വെയിറ്റിംഗ് ഹവർ ഉണ്ട്. സോ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് കഴിക്കാം. എന്തെങ്കിലും കുറച്ച് സ്നാക്സ് കഴിക്കട്ടെ. രക്ഷയില്ല, ഭയങ്കര വിശപ്പ്. അത് കഴിഞ്ഞിട്ട് 7:30 ആകുമ്പോൾ വരാം. അവർ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് മെനു. സ്ലോട്ട് ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വിളിക്കും. അവരുടെ QR കോഡ് സ്കാൻ ചെയ്ത് ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവരിന്ന് വിളിക്കും. ഓക്കെ, തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു ഷവർമ. നല്ല ഷവർമയാണ്, കൊള്ളാം, ഗുഡ്. ഏണ്ടാ ഒരു നാട്ടിലത്തെ ഒരു വൈബ് ഷവർമ. അയാളത് ഈ ഒരു റെസ്റ്റോറൻറ്റ് വെച്ചാൽ ടോപ്പ് കോർണിഷ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഗൈസ്,
നമ്മളെ അവർ വിളിച്ചിരിക്കുകയാണ്. കറക്റ്റ് 1 മണിക്കൂറിന് മുന്നേ അവർ നമ്മളെ വിളിച്ചു, ടേബിൾ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ ഫുഡ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ മോനെ, ഇഡിലും ഫിഷ് ഇട്ടാണ് ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഞാൻ ഇതിന് മുന്നേ എന്താ പറയുക, വേറൊരു ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഈ ഒരു ഫുഡ്, ഈ ഒരു ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസി ടൈപ്പ്. അതെ, ഈ മറ്റേ ഫുഡ് ബ്ലോഗേഴ്സ് ഒക്കെ പറയുന്നത് അതെ ജ്യൂസി ആൻഡ് ടെൻഡർ. ഇപ്പോൾ ഖത്തറിലുള്ളവർക്ക് ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ബിക്കോസ് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റാണ്, ദാനത്തുൽ ബഹർ. എന്തായാലും പൊളിച്ചു, ഒരു രക്ഷയില്ല. ഇനി എന്തായാലും ഇവിടെ വരും. നമ്മൾ വേറൊരു ദിവസം കൂടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി പരിപാടിയൊക്കെ കഴിഞ്ഞു. കുറച്ചൊക്കെ കിടന്ന് കറങ്ങി. ഇനിയിപ്പോൾ നേരെ റൂമിലോട്ട് പോവാണ്. ഇനി ഇനി മെട്രോ കയറിയിട്ട് അൽക്കോർ പോകണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നല്ല നല്ല റെസ്പോൺസൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പം താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ബൈ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.